വേൾഡ് മലയാളി കൗൺസിൽ അജ്മൽ പ്രൊവിൻസ് കാരുണ്യ ഭവനം പദ്ധതി കുര്യാക്കോസ് മാർ ഇവോനിയൂസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി കൗൺസിൽ അജ്മാൻ പ്രൊവിൻസ് കാരുണ്യ ഭവനം ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായാണ് സുഷുമ്നാ നാഡിക്ക് തകരാർ വന്ന് കിടപ്പിലായ റാന്നി മൂതലവേൽ സ്വദേശി ഷിനുവിന് സമർപ്പിക്കുന്ന ഭവന നിർമ്മാണ പ്രവർത്തനം കുര്യാക്കോസ് മാർ ഇവോനിയൂസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തത്. സ്നേഹവും കരുതലുമാണ് ഈശ്വരൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നും പ്രവാസി മലയാളികൾ ജന്മനാടിന് നൽകുന്ന കരുതലും സ്നേഹവും ശ്ലാഘനീയമാണെന്ന് കുര്യാക്കോസ് മാർ ഇവാനിയൂസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കാരുണ്യം ഭവനം പദ്ധതിയുടെ ഭാഗമായി വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ 7 വീടുകൾ 2 മാസത്തിനുള്ളിൽ കേരളത്തിൽ നിർമ്മിച്ചു നൽകും. ഒരു കൊച്ചു വീട് സ്വപ്നം കാണുന്ന അർഹരായ ഭവനരഹിതർക്കാണ് ഈ പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. വേൾഡ് മലയാളി കൗൺസിൽ അജ്മാൻ പ്രൊവിൻസ് പ്രസിഡന്റ് ഡയസ് ഇടുക്കളുടെ അധ്യക്ഷതയിൽ ചവങ്ങാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ, വേൾഡ് മലയാളി കൗൺസിൽ അജ്മാൻ ചെയർമാൻ തോമസ് ഉമ്മൻ, ഫാദർ തോമസ് കോശി പനച്ചിമൂട്ടിൽ, വർക്കി എബ്രഹാം കാച്ചാണത്ത്, അബു ഐ കോശി, ഭദ്രൻ കള്ളക്കൽ, റെജി കോപ്പാറ, ഷിബു തുണ്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു. ഈ നടക്കുന്നതായ സ്നേഹ സംഗമത്തിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും അറിയിക്കുന്നു. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ മൂതലവേലുള്ള ഷിനുവിന് ഒരു നല്ല ഭവനം നിർമ്മിച്ചു കൊടുക്കാനായിട്ട് എന്തായാലും പറയാൻ പറ്റും. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിലേറെ സന്തോഷമുണ്ട്. അതിൻ്റെ കല്ലിടിൽ കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഭംഗിയായിട്ട് ആ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിനാവശ്യമായ ഫണ്ടൊക്കെ ലഭിക്കുവാൻ വർക്കിച്ച് ഞാൻ പറഞ്ഞു എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ ഇരിക്കുന്ന പ്രവാസികളെല്ലാം വലിയ മനസ്സോടുകൂടിയാണ്. തീർച്ചയായിട്ടും അവിടെയൊക്കെ വലിയ പങ്കാളിത്തത്തോടുകൂടെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്നതാണ്.